ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അപ്പം ഇന്നലെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ തിരിച്ച് വീണ്ടും കോയമ്പത്തൂർ വന്നു. ഇന്നലെ ലാസ്റ്റ് കയറിയ ഒരു ഷോപ്പിലെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, മലയാളി ചേട്ടൻ. പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് ഇവിടെ കോയമ്പത്തൂർ കോട്ടൻ്റെ ബിസിനസ്സാണ്. അപ്പോൾ പുള്ളിക്കാരനെ ഇന്നലെ നമ്മളെ വിളിച്ച സാധനം നമുക്ക് വേണ്ട സാധനം പുള്ളിക്കാരന് സംസാരിച്ചു ഉണ്ടെന്ന് പറഞ്ഞു. നേരെ ഇങ്ങ് കോയമ്പത്തൂർ വന്നു വീണ്ടും തിരിച്ച്. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ അടുത്ത് പോകുന്നു, നമ്മുടെ ആവശ്യം പറയുന്നു, സാധനം എടുക്കുന്നു. ഞാൻ ഇന്ന് സ്റ്റേ ചെയ്യുന്ന ഒരു ഹോട്ടലിൻ്റെ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. എങ്ങനെയുണ്ട്? ഇത്ര രാത്രി ഒന്ന് നോക്കി വന്നതാണ്. ഇതാണ് ഹോട്ടൽ. നമുക്ക് ടെറസിലാണ് നമുക്ക് റൂം കിട്ടിയത്. ലാസ്റ്റ് 2 റൂമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ റൂം കാണിച്ചു തരാം. ഒരു പോർഷനിൽ ഇത് ഒരു പോർഷനിൽ കയറുന്ന റൂം വഴി. ഇതിൻ്റെ അകത്ത് ഒരു റൂമുണ്ട്. പിന്നെ ഇവിടെ ഒരു കിച്ചണുണ്ട്. കിച്ചണ് ഇല്ല, ആക്റ്റീവ് അല്ല. ഇതാണ് എൻ്റെ റൂം. സംഭവം ഫുൾ അലുമ്പാണ്. ഞാൻ പാക്കിങ് ഒക്കെ കഴിഞ്ഞ് റെഡിയായി, ഇനി ഇറങ്ങണം. എങ്ങനെയുണ്ട് റൂം? ഓയൊന്ന് ബുക്ക് ചെയ്തതാണ്. വണ്ടിയിൽ സാധനമില്ല, ലോഡ് ചെയ്ത്. അവർ പറഞ്ഞ അങ്ങോട്ടൊരു മയിലുണ്ട്. അതാ പോണ മയിൽ. വലിയ മയിൽ കേട്ടോ, വലിയ മയിലല്ലേ. ഇതാ പോണു. വേറെ മയിലുകളും ഉണ്ട് കേട്ടോ ഇവിടെ അടുത്ത്. എന്നെ കണ്ട് പേടിച്ചോണ്ടാണ്. രാവിലെ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. തൊട്ടടുത്താണ് NH. ഫ്രണ്ടിൽ കാണുന്നതാണ് NH. ഇനി ഇവിടെ നിന്ന് നമ്മുടെ ലൊക്കേഷന് 20 കിലോമീറ്റർ ഉണ്ട്. 35 മിനിറ്റ്. നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പോണ വഴിക്ക് നല്ല ഏതെങ്കിലും കട ഉണ്ടെങ്കിൽ നിർത്തണം. ഇവിടെ നിന്ന് ലെഫ്റ്റ് NH ആയി. റൂമിൻ്റെ തൊട്ടടുത്താണ് NH. എനിക്കൊന്ന് ടോള് കട്ട് ചെയ്യാനാണ് തോന്നുന്നത്. ആ റോഡ് കാണിച്ചത് നേരെ സേലം. ഈ റോഡ് നേരെ സേലം. നമുക്ക് ഇവിടെ നിന്ന് യൂട്ടേൺ അടിക്കണം. കുറച്ചും കൂടി മുമ്പോട്ട് പോയിട്ട് ഇവിടെ നിന്ന് യൂട്ടേൺ അടിച്ച് നേരെ കോയമ്പത്തൂർ നേരെ യൂട്ടേൺ അടിക്കണം. ഇവിടുത്തെ NH കണ്ട ഗൈസ്, ഫുള്ള് ഈ പോസ്റ്റർ ഒട്ടിച്ചിരിക്കണം. നമ്മുടെ അവിടെ ഒന്നും കാണാൻ പറ്റില്ല. നോർത്തിലാണെങ്കിൽ ഉണ്ട്, പക്ഷെ ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാൻ പാടില്ലെന്ന് റൂളുണ്ട് നാഷണൽ ഹൈവേയിൽ, പില്ലറിലത്. ഈ റോഡ് നമ്മൾ പോയപ്പം അവിടുത്തെ കോർപ്പറേഷനിൽ നിന്ന് ആൾക്കാർ വന്ന് ഇതേപോലെ കീറുന്നുണ്ടായിരുന്നു. അതെങ്ങനെയെന്നറിയാമോ? നമ്മുടെ നാട്ടിൽ ഇപ്പം കേരളം, തമിഴ്നാട്, കർണാടക, ചിലപ്പോൾ ആന്ധ്രയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പോസ്റ്റർ. ബാക്കി ഇപ്പം നമ്മൾ നോർത്തിൽ ഇപ്പോൾ പൂനെയിൽ പോയില്ലേ, പൂനെയിൽ എവിടെയെങ്കിലും നമ്മളൊരു പോസ്റ്റർ ഉണ്ട്. എല്ലാം ഫ്ലെക്സ് ആണ്, ഒരിടത്തും പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ല. പോസ്റ്റർ അങ്ങനെ ഒട്ടിക്കാറില്ല ആ ഭാഗത്തൊന്നും തോന്നുന്നു എനിക്ക്. അതോ ഇനി ഓരോ സ്റ്റേറ്റിൽ അങ്ങനെ റൂൾ ഉണ്ടെന്ന് പറയുന്നു. ഇതിനാ നാഷണൽ ഹൈവേ അല്ലേ? എല്ലാം 12 വീലാണ്. 12 വീൽ ഭാരത് ബെൻസ് ലൈലാൻഡിൻ്റെ ഷോറൂമാണ്. സർവീസ് വേണ്ട, ലൈലാൻഡിൻ്റെ ഇത് ഷോറൂം, അപ്പുറത്ത് സർവീസ് ഇസൂസ്. NH നേരെ പോണത് വാളയാർ, തിരുച്ചി, കോയമ്പത്തൂർ ഈ റൂട്ടാണ്. NH നേരെ കട്ട് ചെയ്ത് നമ്മൾ റൗണ്ട് ഇറങ്ങി വേറൊരു ഡിവിഷൻ ഉണ്ടല്ലോ. ഇപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ NH വരികയല്ലേ. നമ്മുടെ നാട്ടിൽ NH വന്നാലും ഇതേപോലെ ഈ ഒരു രീതിയിൽ ഇപ്പം NH കട്ട് ചെയ്ത് ഇപ്പം കൊല്ലത്തോട്ടേക്ക് ബൈപ്പാസ് അല്ലേ, കൊല്ലം ബൈപ്പാസിൽ നിന്ന് കൊല്ലം ടൗണിലേക്ക് കയറാം, അല്ലെങ്കിൽ ആലപ്പുഴ ബൈപ്പാസിൽ നിന്ന് ആലപ്പുഴയിലേക്ക് കയറാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു രസമായിരിക്കും. അല്ലെങ്കിൽ ഭയങ്കര ബ്ലോക്ക് അല്ലേ എപ്പോഴും. NH ഓക്കെ, നല്ല രീതിയിൽ ചെയ്ത് നോക്കും. പക്ഷെ NH കട്ട് ചെയ്ത് കയറാനുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് ഇതേപോലെ ചെയ്തു വെച്ചാൽ നല്ലതായിരിക്കും. നമ്മൾ ഇവിടെ 6 വരി പാതയായിട്ടേ ബ്ലോക്കാണ്. അപ്പം നമ്മളവിടെ 4 വരി പാത വന്നാലും എന്ത് ബ്ലോക്കായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും. വണ്ടി ഓടിക്കുന്ന ഒരു ലൈൻ കൃത്യമായിട്ട് ഓടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം വിഴിഞ്ഞത്ത് പോകുള്ള ലോഡായിരിക്കും. നേരെ കോയമ്പത്തൂർ എയർപോർട്ട്, പാലക്കാട്.
അല്ലെങ്കിൽ എറണാകുളത്തോട്ടായിരിക്കും. ഇത് എറണാകുളം റൂട്ടല്ലേ. കണ്ടോ, ഫുള്ള് ഇലക്ട്രോണിക് സാധനങ്ങളാണ്. ഇലക്ട്രോണിക് സാധനങ്ങൾ, വയറിങ്, ലൈറ്റ്, പ്ലംബിങ്ങും ഉണ്ട്. അപ്പുറത്തെ സൈഡിലാണ് കൂടുതൽ. നമുക്ക് ഇവിടുന്ന് യൂട്ടേൺ അടിക്കാനുള്ളത്. യൂട്ടേൺ അടിക്കുന്ന വഴി നോക്കിക്കോ. മേളിൽ ഫ്ലൈ ഓവർ, താഴെ സർവീസ് റോഡ്. നമുക്ക് ഇവിടുന്ന് യൂട്ടേൺ അടിക്കണം. അതാണ്ട് കണ്ടില്ലേ, ഫുൾ ഇലക്ട്രോണിക് സാധനങ്ങളാണ്. ഞങ്ങൾ ഈ വഴി നേരെ പോയി, അതാണ് പ്രശ്നം പറ്റിപ്പോയത്. ഇവിടുത്തെ ഇങ്ങോട്ട് കട്ട് ചെയ്യണമായിരുന്നു. നമ്മൾ ഈ റോഡ് കണ്ടില്ല, അവിടുത്തെ ഇങ്ങോട്ട് ക്ലോസ് ആണ്. 2 സർവീസ് റോഡിൽ നിന്ന് വരണം. ഇവിടെ എഴുതിയൊന്നും വെച്ച് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു ബോർഡോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിച്ച് കയറിപ്പോയി. മേളില് ഫ്ലൈ ഓവർ, നാഷണൽ ഹൈവേ, 2 സൈഡിൽ സർവീസ് റോഡ്, ഇതിൻ്റെ അടിയിൽ കൂടി വേറൊരു റോഡ്. ഇതിൻ്റെ നടുക്കായിട്ട് കുറുകെ ഒരു റെയിൽവേ ലൈൻ. മേളില് റെയിൽവേ ലൈനാണ്. ഇത് റെയിൽവേ ലൈനാണ്. വേണ്ട സെറ്റപ്പ്, എന്താ സെറ്റപ്പ്. ഇനി ഇവിടെ ഒരു കട്ടിങ് ഉണ്ട് കേട്ടാ. ഇടത്തോട്ട് വേണമെങ്കിൽ വലത്തോട്ട് പോകാം, സ്ട്രൈറ്റ് വേണം സ്ട്രൈറ്റ് പോകാം. നമുക്ക് നേരെയാണ് പോകണ്ട. വലത്തോട്ട് പോയി അവിടുന്ന് പിന്നെ കട്ട് ചെയ്ത് കയറാം. വലത്തോട്ടായിട്ട് ഒരുമാതിരി ഉറുമ്പിൻ കൂട്ടി കയറി വേണം. നമുക്ക് സ്ട്രൈറ്റ് പോട്ടെ. കൊള്ളാം, നല്ല സെറ്റപ്പ് കേട്ടോ. കോയമ്പത്തൂർ ജംഗ്ഷനിൽ തലശ്ശേരി ബിരിയാണി കട കിട്ടി. ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വെളിയിറങ്ങിയിട്ട് കാണാം. കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് തലശ്ശേരി റെസ്റ്റോറൻറ്റ്. അത്യാവശ്യം കൊള്ളാം. കേരള വണ്ടികൾ ഒരുപാട് നടത്തുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫുഡാണ്. നിങ്ങൾ വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കി. ഈ വഴി വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്ക്. നല്ല ഫുഡാണ്. ഇവിടെ റീൽസിൽ പല ഹോട്ടലും കാണിക്കും, തമിഴ്നാട്ടിൽ ഒതൻറ്റിക് ബിരിയാണി എന്നൊക്കെ പറഞ്ഞു. മൊത്തം പറ്റിപ്പോയിലാണ്. ഞങ്ങൾ അവിടെ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് ഇങ്ങനെ കറങ്ങി പൊള്ളാച്ചിയിൽ പോവായിരുന്നു. പോയപ്പോൾ കണ്ടൊരു സ്റ്റാച്ചുവാണ്. തിരുവള്ളൂരിൻ്റെ തമിഴ് ലെറ്ററിൽ ചെയ്ത ഒരു സ്റ്റാച്ചു ആണിത്. എങ്ങനെയുണ്ട്? ഫ്രണ്ടിലൊരു കുളമുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കായലാണ്. നമ്മുടെ മറൈൻ ഡ്രൈവ് ഇല്ലേ, അതേപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഒരാളെ ബോഡി കൊണ്ടുപോകണ കാഴ്ചയാണത്. പയ്യന്മാർ ബൈക്കിൽ ഫുൾ അലിമ്പ്, പൊരുത്തം വീഴാൻ പോയേ ഉള്ളൂ. അത് നമുക്ക് കാറിനകത്ത് പോകാം. നല്ല വെയിൽ, നല്ല വെയിൽ, ഒരു രക്ഷയില്ല. ഇവിടെ നിന്ന് ഇറങ്ങി ഷൂട്ട് ചെയ്യാന്ന് വെച്ചാൽ പറ്റുള്ളൂ, നല്ല വെയിൽ. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് NH 83 കോയമ്പത്തൂർ ടു നാഗപട്ടണം വരെ നീണ്ടു കിടക്കുന്ന NH ആണ്. ഇവിടെ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് പാലക്കാട് പോവാം. നേരെ പോയ ടിൻഡിങ്ങിൽ റൂട്ടൊക്കെ പോവാം. തെങ്കാശി റൂട്ടൊക്കെ പോവാം. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോണത് പൊള്ളാച്ചിയിലോട്ടാണ്. പൊള്ളാച്ചി ഇവിടെ നിന്നൊരു 28 കിലോമീറ്റർ ഉണ്ട്, 30 മിനിറ്റ്. 24 റെഡ് ടാക്സി ഉണ്ടാ. ഇതാണ് ഇവിടെ ഫുള്ള്. നമ്മളിവിടെ യൂബറൊക്കെ ആണെങ്കിൽ ഇവിടെ റെഡ് ടാക്സിയാണ്. അതേപോലെ പോർട്ടറിൻ്റെ ഈസും ഡോസ്റ്റ് വണ്ടിയൊക്കെ ഉണ്ട്. നമ്മുടെ കൂടുതലും EVയിലും സ്കൂട്ടറിലൊക്കെയാണ് നമ്മൾ പാർട്സിലോട്ട് ഓണറ്. ഇവിടെ മൊത്തം പിക്കപ്പിലാണ് അടിക്കുന്നത് സാധനങ്ങൾ. നമ്മളങ്ങനെ പൊള്ളാച്ചി എത്തി. പൊള്ളാച്ചി ടൗണിലോട്ട് 3 കിലോമീറ്ററാണ്. ടൗണല്ല, വേറെ സ്ഥലമാണ് ലൊക്കേഷൻ. ഓൾറെഡി ടൗൺ ആണ്. ഇത് ടൗൺ ആണല്ലേ? പൊള്ളാച്ചി ടൗൺ ആണിത്. നമ്മളിപ്പോൾ പോകുന്നത് ഹരിചേട്ടൻ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ്. ആ സ്ഥലത്തിൻ്റെ പേരറിയാമോ? പേര് കൃത്യമായിട്ട് അറിയത്തില്ല. ഓക്കെ. ടൗൺ നല്ല വീതി ഉണ്ടല്ലേ റോഡൊക്കെ. പൊള്ളാച്ചി നല്ല ഒരു പോപ്പുലർ ആയിട്ടുള്ള സ്ഥലമല്ലേ. ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് ഒന്ന് തേങ്ങയാണ്. പൊള്ളാച്ചിയിലെ തേങ്ങയും കരിക്കും ഓൾ ഇന്ത്യ ഫേമസ് ആണ്. ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ്. KSRTC കിടപ്പുണ്ടകത്ത്. ശരിയാണ്. രണ്ട് KSRTC.
ഗൈസ് പറ്റുമെങ്കിൽ പൊള്ളാച്ചി സന്തയിൽ പോണം. പൊള്ളാച്ചി സന്തയിലേ ആ പാട്ട് കേട്ടിട്ടില്ലേ? ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഹരിച്ചേട്ടനോട് പറഞ്ഞു പൊള്ളാച്ചി. വേറൊരു കാര്യം അറിയാവടാ, ഈ പൊള്ളാച്ചിയിലാണ് ഒട്ടുമിക്ക മലയാള സിനിമകളും തമിഴ്നാട് ഏരിയാസ് ഷൂട്ട് ചെയ്യുന്നത്. പണ്ട്, ഇപ്പോഴല്ല, കുറച്ചു കാലം മുന്നേ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് പൊള്ളാച്ചിയാണ്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റ്ലർ സിനിമയില്ലേ, അത് പൊള്ളാച്ചിയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഗൈസ് നമ്മളങ്ങനെ പൊള്ളാച്ചി എത്തി. പൊള്ളാച്ചിയിൽ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ തടിമില്ല ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട, ഇത് തേക്കാണ്, പെരുമ്പാവൂരിൽ നിന്ന് പറഞ്ഞ തേക്കാണ്. ഇത് തേക്കല്ല, തേക്ക് ഇത്തിരി എക്സ്പെൻസീവാണ്. ഇത് ഈ തടിയാണ്, മഹാഗണി. കേട്ടിട്ടുണ്ടോ മഹാഗണി? ഇതെല്ലാം വന്നിരിക്കുന്നത് പെരുമ്പാവൂരിൽ നിന്നാണ്. പുള്ളിക്കാരൻ പെരുമ്പാവൂരിൽ നിന്ന് ലോഡ് എടുത്ത് ഇവിടെ കൊണ്ട് ഇറക്കി ഇവിടെ മൊത്തം സപ്ലൈ. അതാണ് പുള്ളിയുടെ പരിപാടി. പൊള്ളാച്ചി നമ്മൾ ഇറങ്ങി. പൊള്ളാച്ചിയിൽ ഒരാളെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള റൂട്ടെന്ന് പറഞ്ഞാൽ പാലക്കാട് റൂട്ടിലാണ്. ഇവിടെ നേരെ ചെന്ന് കയറുന്നത് NH-ലാണ്. NH-ൽ നിന്ന് ലെഫ്റ്റ് നേരെ പാലക്കാട്, തൃശ്ശൂർ. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോണത് നേരെ കാലിക്കറ്റാണ്, മലപ്പുറം. മലപ്പുറത്ത് കുറച്ച് പരിപാടിയുണ്ട്, നമുക്ക് പോണ വഴിക്ക് പറയാം. ഇന്ന് ഫുള്ള് റോഡ് ട്രിപ്പാണ്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തപ്പോൾ ഒരു സ്ഥലം കണ്ട്, ഒരു അമ്പലം, ഫുള്ള് തെങ്ങിൻ തോപ്പ്. പണ്ട് നമ്മുടെ നാട്ടിൽ ഇതേപോലെയൊക്കെ ആയിരുന്നു, ഇപ്പോഴൊന്നും കാണാൻ പറ്റില്ല. അങ്ങോട്ട് വയലുണ്ട്, വയൽ. നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് നടന്നിട്ട് വരാം. ഫുള്ളൊരു ഇരുട്ട് ഫീലാണ്. സമയം ഇപ്പം ഒരു 5:30 ഇതിൻ്റെ അകത്താണ്ടാണ് വെട്ടം കുറവ്. കണ്ടില്ലേ, അവിടെ സൂര്യൻ പൊങ്ങി നിൽപ്പുണ്ട് താഴെ. എന്ത് സമാധാനമാണ് ഇവിടെ നിൽക്കുമ്പോൾ. വണ്ടി അവിടെ കിടക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് നമ്മുടെ കൃഷി നോക്കാനായിട്ട് വന്നു. ഞാൻ പറഞ്ഞില്ല ഇങ്ങോട്ട് കൃഷിയാണെന്ന്. അങ്ങോട്ട് കുറച്ച് ഫ്രണ്ടിലോട്ടാണ്. വണ്ടി അവിടെ കിടപ്പുണ്ട്. നമ്മളൊരു പാലം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന്, നേരത്തെ നമ്മൾ അവിടെയാണ് നിന്നത്, തെങ്ങിൻ തോപ്പിൽ. ഞാൻ ഇവിടെ ഒരു കൃഷി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, കൃഷി കാണിച്ചു തരാം. കുറച്ച് ദൂരെയാണ് കൃഷി. ഇതിപ്പം റൂട്ടെന്ന് പറഞ്ഞാൽ നേരെ പാലക്കാട് ഇവിടെ ലെഫ്റ്റ് പോകണം. പിന്നെ മാലമ്പുഴ, അതവിടെ നിന്ന് പറഞ്ഞാൽ ഊട്ടി, സേലം, പിന്നെ കോയമ്പത്തൂർ. ഈ റൂട്ട് കിട്ടില്ല റൂട്ടാണ്. കുറേ കാഴ്ചകളുണ്ട് കാണാനായിട്ട്. ഒറ്റ റോഡാണിത്. നമുക്ക് ഈ റോഡ് ചെന്നിട്ട് ലെഫ്റ്റ് എടുക്കണം, പാലക്കാട്. നമുക്ക് പാലക്കാട് വഴിയാണ് പോകേണ്ടത്. ഗായ്സ് നമ്മളങ്ങനെ പൊള്ളാച്ചിയും പാലക്കാടൊക്കെ കഴിഞ്ഞ് നേരെ വെട്ടുച്ചിറ ടോൾ പ്ലാസയുടെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പം പോണത് കാലിക്കറ്റിലാണ്, കോഴിക്കോട് ചെറിയൊരു പരിപാടിയുണ്ട്. പ്ലാന് ചെറുതായിട്ടൊന്ന് മാറി. ഇനി കോഴിക്കോട് പോയിട്ട് നേരെ മലപ്പുറം വരണം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. ഞാൻ സത്യം പറഞ്ഞാൽ റൂമൊന്നും എടുത്തില്ല. ഇന്ന് ഈ സൈഡിലും എല്ലാം വണ്ടി ഒതുക്കി കയറി കിടക്കാമെന്നാണ് വിചാരിച്ചു. ആരും കാണുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, നല്ല തിരക്കുണ്ട്, നല്ല ക്രൗഡാണ് ഇവിടെ. അപ്പം ഞാൻ ഒരു സ്റ്റോളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ചായ വാങ്ങിച്ച് സൈഡിലിങ്ങനെ ഇരിപ്പുണ്ട്. ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം. നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് കുറേ സ്റ്റോളുണ്ട് ഈ റോഡിൻ്റെ സൈഡിൽ. ഈ ബീച്ചിൻ്റെ ഫ്രണ്ട് സൈഡിൽ കുറേ സ്റ്റോളുണ്ട്. അവിടെ എല്ലാം നല്ല പാട്ടാണ്. ഈ ഒരു ഏരിയയിൽ മാത്രമാണ് പാട്ടില്ലാത്ത. അങ്ങനെയാണ് ഇവിടെ വന്നിരുന്നത്. ഞാൻ ബീച്ച് കാണിച്ചു തരാം. ഇതാ കണ്ട, ഇപ്പോൾ ചായ അടിച്ചുകൊണ്ടിരിക്കേണ്ട കടയുടെ തൊട്ട് ബാക്ക് സൈഡാണ്. അവിടെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ സെറ്റപ്പ് ഉണ്ട്. ഇതാണ് ഓരോ സ്റ്റോള്. ഇപ്പോൾ ചെറിയ ചെറിയ സ്റ്റോളൊക്കെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും സ്റ്റോളെല്ലാം ഉണ്ട്. ചെറിയ സ്നാക്സ്, ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഞാൻ ഫുഡൊന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഉള്ളത്. ഞാൻ ഇപ്പോൾ ചായ കുടിച്ച കടയാണ്. വെറൈറ്റീസ് ഓഫ് സ്നാക്സ് ഉണ്ട് ഇവിടെ. ഇത് കൂന്തൽ, ഇത് മുട്ട, കഞ്ഞിമക്കായ, നമ്മുടെ കൂന്തലെന്നൊക്കെ പറയും. ഇതാണോ കൂന്തൽ? ഓക്കെ. ഇതിൽ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ സമൂസ മാത്രമേ. ഇത് ലോബ്സ്റ്റർ, ക്രാബ്, കണവ,
കാടമുട്ട, കാടമുട്ട, കല്ലുമ്മക്കായി, കല്ലുമക്കായി, കോളിഫ്ലവർ. ഇത് കോളിഫ്ലവർ. ചേട്ടൻ്റെ കടയാണോ? ആണോ? ഇപ്പൊ ചായ കുടിച്ച കടയാണ് ഗൈസ്. അങ്ങനെ ഷോപ്പുകളൊക്കെ അടയ്ക്കാൻ തുടങ്ങി. പാട്ടെല്ലാം ഓഫ് ചെയ്ത് ഇനി വേറെ പരിപാടിയൊന്നുമില്ല. വണ്ടി അവിടെ കിടപ്പുണ്ട്. ഇനി കിടന്നുറങ്ങണം. കോഴിക്കോട്ടിലെയും മലപ്പുറത്തിൻ്റെ വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.